ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സദ്യ റെസിപ്പിയിൽ കാണിക്കുന്നത് കാളൻ എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. ഞാൻ തയ്യാറാക്കുന്നത് ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കിയ കാളനാണ്. ഏത്തക്കായും ചേന മാത്രമായിട്ടും കാളൻ തയ്യാറാക്കാം. പിന്നെ തയ്യാറാക്കുന്നത് ഏത്തപ്പഴം വെച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ട് കാളൻ തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം, 1/2 ടീസ്പൂൺ ജീരകം, ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചതച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് തേങ്ങയുടെ കൂടെ അരച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ ചതച്ച് ഏത്തപ്പഴത്തിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു പാത്രത്തിലേക്ക് ഏത്തപ്പഴവും ചതച്ച കൂട്ടും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ചുകൂടെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഏത്തപ്പഴത്തിൻ്റെ കൂടെ ഇതെല്ലാം ചതച്ച് ഞാൻ ചേർത്തത്. ഇപ്പം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചെറിയ തേങ്ങ, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം വറ്റി കഴിഞ്ഞ ശേഷം ആ അരപ്പ് വെന്ത ഏത്തപ്പഴത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും 1 കപ്പ് തൈര് മിക്സിയിലിട്ടടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. തൈര് ചേർത്ത ശേഷം തീ കൂട്ടി വെച്ച് തിളപ്പിക്കേണ്ട. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം അതിലോട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് താളിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി റെഡിയായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഈ കറി തയ്യാറാക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴം കാളനാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.